വോട്ട് തള്ളാതെ കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയില്ല. CPM ന്യൂനപക്ഷ പ്രീണനത്തിന് ശ്രമിക്കുകയാണ്. താൻ BJPയിൽ പോകുമെന്ന പ്രചാരണം ആശയ പാപ്പരത്വം കൊണ്ടാണെന്നും മോദിയോട് ആരാധന ഇല്ല എന്നും NK പ്രേമചന്ദ്രൻ പ്രതികരിച്ചു. അപ്പോഴും ഇത്തവണ വിജയം ഉറപ്പാണെന്ന് കൂടി NK പ്രേമചന്ദ്രൻ ന്യൂസ് 18നോട് പറയുകയാണ്. ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് വാർത്തയായിട്ട് തന്നെ വന്നിരിക്കുന്നതാണ്. ഏത് തരത്തിലാണ് SDP പിന്തുണ വേണ്ട അല്ലെങ്കിൽ വോട്ടുകൾ വേണ്ട എന്ന് ഞാൻ പറയില്ല എന്ന് പറഞ്ഞത്, ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചൂട് പിടിച്ചു നിൽക്കുന്ന സമയത്ത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വഴിയേ കാണാം. ആദ്യം എന്താണ് UDF സ്ഥാനാർത്ഥി പറഞ്ഞതെന്ന് നോക്കാം. ഹാട്രിക് തേക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് NK പ്രേമചന്ദ്രൻ ഇത്തവണ മത്സരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീ NK പ്രേമചന്ദ്രൻ ചേരുകയാണ്. എന്താണ് ഇപ്പോഴത്തെ പ്രതീക്ഷ? നല്ല ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കും UDFന് പൊതുവെയും ഉള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഒരു ആരാധനയോ അടുപ്പമോ ഒക്കെ സൂക്ഷിക്കുന്നുണ്ടോ NK പ്രേമചന്ദ്രൻ? ഒരു ആരാധനയുമില്ല. പ്രധാനമന്ത്രി പാർലമെന്റ് അംഗം എന്ന ബന്ധത്തിനപ്പുറത്തേക്ക് ഒരു ആരാധനയും എന്നെ സംബന്ധിച്ചില്ല. അതിനിശ്ചിതമായിട്ടുള്ള വിമർശനവും എതിർപ്പും വിയോജിപ്പുമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയോട് പൊതുവേ ഉള്ളത്. രാഷ്ട്രീയവും നയപരവുമായിട്ടുള്ള എതിർപ്പുണ്ട്. പ്രധാനമന്ത്രി പാർലമെന്റ് അംഗം എന്നുള്ള ബന്ധമുണ്ട്. അത് കണ്ടാൽ കടിച്ചു കീറണം, അല്ലെങ്കിൽ കണ്ടാൽ അന്യോന്യം ശത്രുതാ മനോഭാവത്തോടുകൂടി കാണണമെന്നുള്ളതല്ലല്ലോ അതിൻ്റെ അർത്ഥം. SDP-യുടെ വോട്ടിന്റെ കാര്യം വന്നപ്പോൾ NK പ്രേമചന്ദ്രൻ UDF നിലപാടെടുത്തിട്ടും കൃത്യമായൊരു നിലപാട് പറഞ്ഞില്ല. ആലോചിക്കട്ടെ, പിന്നീട് പറയാമെന്ന് പറഞ്ഞു. എന്തായിരുന്നു ആ കൺഫ്യൂഷൻ? അവർക്ക് നരേന്ദ്രമോദി ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഒരു മതേതര ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമുള്ള വോട്ടർമാർ എനിക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയണോ? വേണ്ട, നിങ്ങൾ മതേതര മുന്നണിക്ക് വോട്ട് ചെയ്യണ്ട, നിങ്ങൾ വേറെ ഏതെങ്കിലും ശക്തിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാൻ കഴിയില്ല. അല്ല, മതേതരത്വം എന്ന് പറയുമ്പോൾ തന്നെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണെന്ന ഒരു നിലപാട് വളരെ വ്യക്തമായി തന്നെ UDFന്റെ സംസ്ഥാന ചെയർമാൻ VD സതീശൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞത്, അതിനോട് അനുബന്ധമായി പറഞ്ഞത്, അവർ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ വോട്ട് നിങ്ങൾ ചെയ്താൽ ഞങ്ങൾ ബാലറ്റ് പേപ്പർ വാങ്ങി വലിച്ചു കീറി കളയുമെന്ന് പറയാൻ ആ രാഷ്ട്രീയ മൗഢ്യമൊന്നുമില്ല. അല്ല, അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ പോലും SDP വോട്ട് വേണ്ട, ജയിക്കാനെന്ന് പറയാനുള്ള ആത്മവിശ്വാസം NK പ്രേമചന്ദ്രനില്ലേ? ഇത് ജയത്തിന്റെ മതേതര വോട്ടുകൾ ഏത് ഭാഗത്തു നിന്ന് വന്നാലും ഞങ്ങൾ സ്വീകരിക്കും. ഇന്ത്യ മുന്നണിയുടെ സാധ്യതകളെ എങ്ങനെ കാണുന്നു? നല്ല സാധ്യതയാണ് ഇന്ത്യ മുന്നണിക്ക് ഇന്ന് ഇന്ത്യൻ പൊളിറ്റിക്സിലുള്ളത്. കാരണം അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയെ വല്ലാതെ BJP ഭയക്കുന്നു എന്നുള്ളത് കൊണ്ടല്ലേ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപിച്ചതിന് ശേഷം ആം ആദ്മി പാർട്ടിയുടെ അല്ലെങ്കിൽ ഡൽഹി സംസ്ഥാന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിലടച്ചത്. സംസ്ഥാനത്ത് രാഹുൽ വേവ് ഉണ്ടാവുമോ ഇത്തവണ? ഒരു സംശയവും വേണ്ട. രാഹുൽ ഗാന്ധി ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ സിംബലാണ്. സത്യത്തിൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഉദാത്തമായ പ്രതീകമാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് തന്നെ മതേതര ബോധമുള്ള CPMകാരടക്കം മതന്യൂനപക്ഷ വിഭാഗമടക്കം മുഴുവൻ ആൾക്കാരും രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ റാലി ചെയ്യും. മതേതര ജനാധിപത്യ മുന്നേറ്റം കേരളത്തിലുണ്ടാകും. 20 സീറ്റിലും കേരളത്തിൽ UDF ജയിക്കും. പൊളിറ്റിക്കൽ ഫൈറ്റ് ആണ് കൊല്ലം ജില്ലയിൽ നടക്കുന്നത്. അതിൽ എന്തായാലും വിജയം ഉണ്ടാകുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് NK പ്രേമചന്ദ്രൻ. ഒരു സേഫർ സൈഡിൽ പറഞ്ഞത് കൂടിയാണോ NK പ്രേമചന്ദ്രൻ? തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം, വോട്ടുകൾ വേണ്ട എന്ന് ഒരു സ്ഥാനാർത്ഥി പറയുന്നതിലുള്ള ഒരു ബുദ്ധിമുട്ട്, അതേസമയം നിലപാട് വ്യക്തമാക്കി പറയുന്നുണ്ട്. ഇത് UDFൽ എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഇത്തരത്തിലാണല്ലോ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായി UDFനെ ഒരു കുരുക്കിലാക്കുകയാണ് ഈ പ്രഖ്യാപനം ചെയ്തതെങ്കിലും അത് ടാക്ടിക്കലായതിനൊപ്പം മുന്നോട്ട് പോകാനാണ് UDFും ശ്രമിക്കുന്നത്. വോട്ട് തങ്ങൾ വേണ്ട എന്ന് പറയുന്നില്ല, പക്ഷേ പിന്തുണ ഒരു സംഘടന എന്ന നിലയിൽ, ആശയപരമായ ഒരു സംഘടന എന്ന നിലയിൽ അതിൻ്റെ പിന്തുണ വേണ്ട. പക്ഷേ പോളിംഗ് ബൂത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാവരും ഇൻഡിവിജ്വൽസ് ആണല്ലോ, അപ്പോൾ വേണമെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാം. വോട്ട് ചെയ്യുന്നതിനോട് എതിർപ്പില്ല. ഏതായാലും ഒരാൾ മരത്തിൽ കാണുമ്പോൾ അപ്പുറത്ത് മാനത്ത് കാണുക എന്നുള്ള ഒരു കാര്യമുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള വിമർശനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസ് കടുത്ത അതൃപ്തി വ്യക്തമാക്കിയിരിക്കുന്നു. ഈ മുന്നണി നേതൃത്വത്തിന്റെ നിലപാട് തള്ളിക്കൊണ്ട് ഒരാൾക്കും പ്രസ്താവന നടത്താനാവില്ല എന്നുള്ള നിലപാട് തന്നെ കോൺഗ്രസ് നേതാക്കൾ എടുത്തു. NK പ്രേമചന്ദ്രന് പ്രത്യേക പ്രിവിലേജ് ഇല്ലെന്നും മുന്നണി തീരുമാനം എല്ലാവർക്കും ബാധകമാണെന്നും പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ VD സതീശൻ തന്നെ. അതെല്ലാം അതൊക്കെ UDFന്റെ തീരുമാനമാണ്. UDFന്റെ 20 സ്ഥാനാർത്ഥികൾക്കും ബാധ്യതയാണ്. പ്രേമേന്ദ്രൻ എന്താ വേറെ വല്ലവരല്ലേ, ഇതിൻ്റെ അകത്ത് പെടുന്ന ആളല്ലേ? ആ 20 സ്ഥാനാർത്ഥികളാണ്. വേറെ പ്രത്യേക പ്രിവിലേജ് ഒന്നും പ്രേമേന്ദ്രനില്ല. പ്രേമേന്ദ്രൻ അടക്കമുള്ള മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും ബാധകമായിട്ടുള്ള കാര്യം. അതൊക്കെ സ്ഥാനാർത്ഥികൾക്ക് എല്ലാവരുടെ വോട്ട് കിട്ടണമെന്ന് പറയും. എല്ലാവരും വോട്ട് ചെയ്യും. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടല്ലേ വോട്ട്, അത് അവർ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ഞങ്ങൾ ചെയ്തത് എന്താ,
ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കും. അതാണ്, അത് ക്ലിയറാണ്. അത് ദാറ്റ് ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്.